നല്ല മഴയുള്ള തിങ്കളാഴ്ച ഒരു ക്യൂക്ക് ലഞ്ച് റെസിപ്പി നോക്കിയാലോ. ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് സാമ്പാർ പരിപ്പ് വെച്ച് അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കുക. അരമണിക്കൂർ ആവുമ്പോഴേക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയിലേക്ക് കടക്കാം. ആദ്യം 2-3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക. പാൻ ചൂടായതിനു ശേഷം കടുക്, വറ്റൽമുളക്, കരിവേപ്പിലയിട്ട് താളിക്കുക. മീഡിയം സൈസ് വലിയ ഉള്ളി കട്ട് ചെയ്തതും പച്ചമുളകും പാനിൽ ഇട്ട് ഇളക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നീട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മുളക് പൊടിയും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയാണ് സ്മാഷ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആഡ് ചെയ്തിട്ട് വീണ്ടും വതക്കുക. അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ വതക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. കായപ്പൊടി തികച്ചും ഓപ്ഷണലാണ്. ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ കായപ്പൊടി ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി റെഡിയായി. ഇനി ഞാൻ പേരിട്ട ഒരു വെറൈറ്റി റൈസാണ് പരിപ്പും ചോറും. അതിനാദ്യം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരിയും പരിപ്പും കുക്കറിലേക്ക് മാറ്റി 2.5 ഗ്ലാസ് വെള്ളം, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് 4 വിസിൽ വരെ വെക്കണം. പിന്നീട് അതേപോലെ ഒരു പാൻ എടുത്തു, എണ്ണ ഒഴിച്ചു, കടുക്, വറ്റൽമുളക്, കരിവേപ്പിലയിട്ട് താളിച്ചു. അതിനുശേഷം വലിയ ഉള്ളി കുനുകുനാന്ന് നുറുക്കിയതിട്ട് വതക്കി, ഉപ്പ് ഇട്ട് വീണ്ടും വതക്കി. 1 തക്കാളി മീഡിയം സൈസിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് വതക്കിയതിന് ശേഷം കായപ്പൊടി വീണ്ടും ആഡ് ചെയ്തു. ചിലവർ ഇതിൽ നെയ്യ് ഒഴിക്കാറുണ്ട്. എനിക്ക് നെയ്യ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നെയ്യ് ഒഴിച്ചില്ല. അവസാനം പരിപ്പും ചോറും ഇട്ട് ഇളക്കാം. ഇതാ ഇന്നത്തെ ലഞ്ച് പരിപ്പും ചോറും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും ലേശം തൈരും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.